അമേരിക്കൻ സർവകലാശാലയായ സ്റ്റാൻഫോർഡിലെ ബിരുദദാന ചടങ്ങിനിടെ മുഖ്യാതിഥിയായ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെ കടുത്ത പ്രതിഷേധം. പിച്ചെ പ്രസംഗിക്കുവാൻ സ്റ്റേജിലേക്ക് കയറിയതോടെ 200ഓളം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കൂക്കി വിളിക്കുകയും പാലസ്തീൻ പതാകകൾ വീശി ഹാൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു. തന്റെ പഴയ കലാലയം കൂടിയായ സ്റ്റാൻഫോർഡിൽ 2026 ബിരുദധാരികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ സുന്ദർ പിച്ചെ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഇസ്രായേൽ സർക്കാരുമായി ഗൂഗിളും ആമസോണും ഒപ്പുവെച്ച $1.2 ബില്യൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കരാറിനെതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന പ്രതിഷേധം. ഈ സാങ്കേതികവിദ്യ പാലസ്തീനികൾക്കെതിരായ സൈനിക നീക്കങ്ങൾക്കായി ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നു. സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ, നോ ടെക് ഫോർ അപ്പർത്തീഡ് എന്ന സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പരമ്പരാഗത പാലസ്തീൻ സ്കാർഫ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വിസിലടിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ വലിയൊരു വിഭാഗം ഹാൾ വിട്ടുപോയിട്ടും പിച്ചെ തന്റെ പ്രസംഗം തുടർന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പരാമർശിക്കാതെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും അതിജീവനത്തെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സുന്ദർ പിച്ചെ തയ്യാറായില്ല. യുഎസിലെ വിവിധ സർവകലാശാലകളിൽ ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി തുടരുന്ന പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്.